ഹായ്, വെൽക്കം ബാക്ക് ടു കെറ്റ്ലാൻഡ് ക്രാഫ്റ്റ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എൻ്റെ മമ്മിയുടെ ചേച്ചി കല്യാണം കഴിച്ചേക്കുന്നത് ബിക്കാനിയർ രാത്തോഡ് ഫാമിലിയിൽ നിന്നാണ്. മമ്മി അവിടെ ജോലിക്ക് പോയപ്പം അങ്ങനെ കണ്ടിഷ്ടപ്പെട്ടിട്ട് ഫാമിലിയായിട്ട് എല്ലാവരോടും ചേർന്ന് നടത്തി കൊടുക്കുന്നതാണ്. അപ്പം മമ്മിയുടെ ചേച്ചിയുടെ മോൻ്റെ കല്യാണമായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ രാത്തോഡ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്തോഡിൽ തന്നെ ഉള്ള ആൾക്കാരെ അവർ കല്യാണം കഴിക്കത്തില്ല. അവർ രാജ്പുത്തുകളെയാണ് കല്യാണം കഴിക്കുന്നത്. രാജ്പുത്തിലുള്ളവരെ കല്യാണം കഴിക്കില്ല. സിസ്റ്റേഴ്സും ബ്രദേഴ്സും ആണെന്നാണ് അവരുടെ സങ്കല്പം. പിന്നെ ഭയങ്കര വ്യത്യസ്തമായ ആചാരങ്ങളാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് കാസ്റ്റ്, ഡിഫറൻസ് മതം എല്ലാമാണ്. അതിൽ ഇവരുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബിക്കാനിയർ രാജവംശത്തിൻ്റെ പിൻഗാമികളാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് അവരുടെ രീതികളെല്ലാം വ്യത്യാസമാണ്. ശരിക്കും ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ശരിക്കും അത്ര പുരാതനമായ രീതികൾ തന്നെയാണ്. അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ മോൻ കല്യാണം കഴിച്ചേക്കുന്നത് രാജ്പുത്തിലെ പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ചെല്ലുമ്പം തൊട്ടുള്ള ഓരോ രീതികളും എങ്ങനെയൊക്കെയാണ് അവരുടെ ആചാരങ്ങളെന്ന് മാത്രം. പിന്നെ അതേപോലെ തന്നെ ഹൽദി, നമ്മളെല്ലാവരും ഇവരുടെയൊക്കെ ഹൽദിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. വെറുതെ ഒരു സെലിബ്രേഷൻ പോലെ അല്ല, നമ്മൾ 4 പേരെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹൽദി ചെയ്യുന്നത്. പക്ഷേ ഇവർക്കെന്ന് പറഞ്ഞാൽ ഹൽദി എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ പുരാതന ഒരു ചടങ്ങാണ്. അത് ഹൽദിയും ചന്ദനവും എല്ലാം കൂടി ചേർത്തിട്ടാണ് അവർ ഏറ്റവും വിശിഷ്ടമായ ഒരു രീതിയാണത്. അതിൽ വന്നെടുത്തവരെല്ലാവരും ചെന്ന് പൂജ ചെയ്തിട്ട് ഫുൾ ടൈം സംഗീതം അവരുടെ തന്നെ സംഗീതവും ടൂറും ഒക്കെ ചെയ്തതിന് ശേഷം അവർ ഓരോരുത്തരും വന്ന കുട്ടിയുടെ പ്രാതം പ്രയർ ചൊല്ലിക്കൊണ്ടാണ് മുഖത്ത് വെട്ടുന്നത് തന്നെ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കൾച്ചർ നമ്മൾ ഏറ്റെടുക്കുന്നതാണ്, നമ്മളത് എൻജോയ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇവർക്കതൊക്കെ അവരുടെ സമുദായത്തിലെ ഒരു ആചാരങ്ങളാണ്. അതിന് ശേഷം ഗണപതി പൂജയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ, മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ അതുപോലെ ഹൽദിയുടെ കുറച്ച് ഭാഗവും അതിനുശേഷം ഇത് കണ്ടിന്യൂസ് ഒരു 6-7 ദിവസമുണ്ട്. പക്ഷേ ഇതൊരു 3 days 4 days കൊണ്ട് അവർ ആചാരങ്ങൾ മാക്സിമം ചുരുക്കിയാണ് അവർ ഇപ്രാവശ്യം വെച്ചത്. ഞങ്ങളെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പം നമുക്ക് തന്നെ ശരിക്കും നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. രാത്രി ഫുൾ പരിപാടിയാണ് രാത്രി നമ്മൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ആയിരുന്നു, കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് ഇന്ത്യയുടെ കൾച്ചർ നമുക്ക് നോക്കാം. വീഡിയോ കണ്ടാലോ. ഭയങ്കര ആചാരങ്ങളാണ് ഈ രാത്തോഡ് ഫാമിലിക്ക്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മളെ അവിടുത്തെ മോളാണ്, എൻ്റെ മമ്മിയുടെ ഹസ്ബൻഡ് അനിയൻ്റെ മോളാണ്. അവൾ ഞങ്ങളെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവളെ ഇങ്ങനെ തലയ്ക്ക് ക്യാഷ് ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പാത്രത്തിലോട്ട് ക്യാഷ് വെച്ച് കൊടുക്കണം. അന്നേരം അവർ ആ ക്യാഷ് അവരെടുക്കുകയല്ല ചെയ്യുന്നത്. അവർ ഈ കല്യാണത്തിന് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നേരം തുടങ്ങി വീട്ടിൽ ഇതുപോലെ ഫുൾ ടൈം സംഗീതമായിരിക്കാം. അതേപോലെ തന്നെ ചെണ്ടകൊട്ട്, അതിനെ ഡോൾ ബജാന എന്നാണ് പറയുന്നത്, അതും കാണും. അപ്പോൾ ഈ തലക്ക് ഒഴിയുന്ന മുഴുവൻ ക്യാഷും ചെണ്ട കൊട്ടുന്നവർക്കാണ് കൊടുക്കുന്നത്. അതേപോലെ ആ സംഗീതം ചെയ്ത എല്ലാവർക്കുമാണ് ഇങ്ങനത്തെ ബേസിനെല്ലാം കൊടുക്കുകയാണ്. ഇവർക്കെല്ലാം നല്ലൊരു തുകയാണ് കൊടുക്കുന്നത്. ഇതാണ് മമ്മിയുടെ വീട്. മമ്മിയുടെ വീട് ഇതാണ്. ഒരു കോട്ട പോലെയാണ് ഈ വീടുകളെല്ലാം. ഇവരുടെ രീതികളെല്ലാം രാജാക്കന്മാരുടെ രീതികളാണ്. ഇവർ രാജവംശത്തിൻ്റെ പിൻഗാമികളായതുകൊണ്ട് അതേ രീതികളാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. തൊട്ട് ബാക്കിൽ തന്നെയാണ് അവിടുത്തെ പാലസും ഒക്കെ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് പെൺകുട്ടിക്ക് വേണ്ടി ഇവിടെ വരൻ്റെ വീട്ടുകാർ കൊണ്ടുപോകുന്ന ദഹേജാണ്. അപ്പോൾ നോക്കിയാൽ കുട്ടികൾക്ക് ഓരോ ദിവസവും എടുക്കാനുള്ള ഫുള്ള് അവിടുത്തെ രാജസ്ഥാൻ വേഷങ്ങളാണ്. അതേപോലെ തന്നെ ഗോൾഡ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകും. പൊട്ട് സഹിതമാണ്, പൊട്ട്, കങ്കണ, വളകൾ എല്ലാം ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഓരോ സെറ്റാക്കിയാണ് അവർ വെച്ചേക്കുന്നത്. ബരാതിന് കൊണ്ടുപോകുമ്പോൾ, ഈ കല്യാണത്തിന് അന്ന് കൊണ്ടുപോകുമ്പം കൊടുക്കാൻ വേണ്ടിയാണ്
ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. രാത്രിയിൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട മദ്യമാണ്, ഇത് കള്ളുകുപ്പി വെച്ചിട്ട് ഇവർ ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യത്തുണ്ട് കേട്ടോ. ഇവരുടെ രാജകുടുംബങ്ങളിലെല്ലാം ഏറ്റവും സ്പെഷ്യൽ കള്ളുകൂടിയാണ്. ലേഡീസായിട്ട് ജെൻസായിട്ട് എല്ലാം ഓരോ ദിവസവും ഓരോ സ്പെഷ്യലായിട്ടുള്ളതാണ്. ഇനി അതിന് ചേർന്നൊരു പാട്ടുമുണ്ട്, നമുക്കത് കോപ്പിറൈറ്റ് ആയി പോകുന്നത് കൊണ്ടാണ് ഇടാത്തത്. ആ സമയത്താണ് ഒരു പട്ടിക്കുട്ടി വന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ദേ അടുത്തത് എൻ്റെ മാമൻ്റെ മോനും വൈഫും ഒക്കെ അവർ ഉദയപൂരിൽ നിന്ന് എത്തി. അപ്പോൾ അവരെ ഇതേപോലെ തന്നെ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഈ ഫംഗ്ഷൻ നടന്നത് ഒക്ടോബർ 30 അന്നായിരുന്നു എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ ഇവരെന്ത് വെച്ചാൽ എൻ്റെ അവിടുത്തെ വലിയമ്മയുടെ മോന് കേക്കൊക്കെ മേടിച്ച് വെച്ചിരുന്നു. ശേഷം ഞങ്ങൾ അതോടൊപ്പം ആഘോഷമാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ട് പിന്നെ ബർത്ത്ഡേ ശരിക്കും നല്ലതായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. അതിനുശേഷം അവർ വേറൊരു ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന അവിടെ ഇവിടെയൊക്കെ അങ്ങ് റൂമുകളാണ് കേട്ടോ. 2-3 വീടുകളൊക്കെയാണ് ഇവർക്ക്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് പൂരി ഉണ്ടാക്കുവാണ്. പൂരിയും സബ്ജിയും കൂടി ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവർക്കും പൂരിയും സബ്ജിയാണ്. അപ്പം ഞങ്ങൾ വരുന്നത് കൊണ്ട് വല്യമ്മമ്മി എന്താ വെച്ചാൽ ഒരു മലയാളിയെ വിളിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് കേരള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ നമുക്ക് വേണ്ടി ആണ് ഈ അയിലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാമ്പാർ, ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് രാത്രിയിൽ എല്ലാവരും കൂടെ നമുക്ക് വേറെ ഹോട്ടലൊക്കെയായിരുന്നു ഓർഡർ ചെയ്ത് അവിടെ പോയി കിടന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ എന്ത് ചോദിച്ചാൽ ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഹോട്ടലായിരുന്നു ബുക്ക് ചെയ്തത്. അപ്പോൾ എന്താ വെച്ചാൽ രാവിലെ തന്നെ താഴെ തന്നെ ഹോട്ടലുണ്ട്, അവിടുന്ന് ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും പാവ് ബജി മേടിച്ച് കഴിച്ചു. അതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. രാവിലെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ പിന്നെ ഇത് അറേഞ്ച് ചെയ്തേക്കുന്ന വേറൊരു സ്ഥലത്താണ്. അപ്പം നമ്മളിതേ ഹൽദിയുടെ പ്രോഗ്രാമിന് വേണ്ടി നമ്മളെല്ലാവരും പോവുകയാണ്. നമ്മുടെ ഡ്രസ്സും അവരുടെ ഡ്രസ്സും ഒക്കെ വേറെയാണ്. ഒരു കാര്യം പറയാം, എന്തൊക്കെ വന്നാലും കേരളത്തിലാണ് ഫ്രീഡം. ഇവരുടെ കല്യാണത്തിന് യാതൊരു ഫ്രീഡവും ഇല്ല. ശരിക്കും ഫുള്ള് എല്ലാവരും പർദ്ദ സിസ്റ്റമാണ്. ഫുൾ മുഖം മൂടിയാണ് ഇരിക്കുന്നത്. ഒറ്റ പ്രായമുള്ളവരായിട്ട് എല്ലാവരും മുഖം മൂടി ഇരിക്കുന്നു. നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് നടന്നത് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഈ സംഗീതവും ഈ ചെണ്ടകൊട്ടും നമ്മൾക്ക് എപ്പോഴാണോ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ ആരംഭിക്കുന്നത് അന്നേരം തുടങ്ങി വീടുകളിലും ഇതേപോലെ തന്നെ മൈതാനത്തും വെച്ചിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ പെൺകുട്ടി വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യവും പയ്യനെ ഈ ക്യാഷും കൊണ്ടാണ് ഇവർ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വന്നവരെല്ലാവരും ക്യാഷും കൊണ്ട് ഒഴിയും. ആ പൈസ കൊണ്ടുവന്ന് ഈ ചെണ്ട കൊട്ടുന്നവർക്ക് കൊടുക്കുകയും ചെയ്യും. വലിയമ്മയുടെ ഹസ്ബൻഡ് മരിച്ചു പോയതുണ്ട്. ആ സ്ഥാനത്ത് ഒരു അച്ഛനെയും അമ്മയാണ് ആദ്യം അവർ ഇരുത്തിയതിന് ശേഷമാണ് പൂജ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഹൽദി എന്ന് പറഞ്ഞാൽ മഞ്ഞൾ, ചന്ദനം, ലേപനം ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇവർ പുരട്ടുന്നത്. അതേപോലെ ദൃഷ്ടിദോഷം മാറാനും സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയാണ് ഈ മഞ്ഞൾ പുരട്ടുന്നത്. ഈ വന്ന മുഴുവൻ പേരും പയ്യൻ്റെ മുഖത്ത് ഇങ്ങനെ പുരട്ടുന്നതാണ്. അതേപോലെ ദാമ്പത്യ ജീവിതത്തിന് ഭാഗ്യം വരാൻ വേണ്ടി ഹൽദി കഴിഞ്ഞതിന് ശേഷം ഈ വരന് പ്രത്യേകിച്ച് വരൻ പുറത്തു പോകാനേ പാടില്ല. അത്രയും വിശ്വാസമുള്ളൊരു ചടങ്ങാണ് ഇത്. അപ്പം ഏതാണെന്ന് വെച്ചാൽ ഇതൊരു മൈതാനത്ത് വെച്ചായിരുന്നു ഈ ഫംഗ്ഷന്. പിന്നെ ഒരു ഓഡിറ്റോറിയത്തിലുമായിരുന്നു. അപ്പം അവിടെ തന്നെ റൂമിലാണ് പിന്നെ ഫുൾ ടൈം ഈ വരനിരിക്കുന്നത്. ഇനി നമുക്ക് ചടങ്ങുകൾ കാണാം. ഇതേപോലെ ഫുൾ ടൈം നാമജപമാണ്. പ്രായമുള്ള ലേഡീസ് എല്ലാവരും ഇതുപോലെ സംഗീതം ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ പ്രാർത്ഥനകളാണ് അവർ ചെയ്യുന്നത്. നമുക്കിനിയും പൂജകൾ കണ്ടാലോ. പവിത്രം കുരുസാചനം ദിഗ്ബന്ധനം എന്താ വരുന്നത് കണ്ടോ? ആ സാധനം എല്ലാം രസമായിരുന്നു. നമ്മളവിടെ ആ സൈഡിൽ ഇരിക്കണമായിരുന്നു. അത് അന്നേരം അവരെ കാണത്തില്ല. അത് മാത്രം അവരെ കാണുന്നുണ്ടോ? അത് മാത്രം കാണും. ഇത് കാണുന്നുണ്ടോ? അവരെ ഇത് കാണുന്നുണ്ടോ? എല്ലാവരെയും കാണുന്നുണ്ടോ? അതെ അതെ. ഇതാ കുഴപ്പമില്ല. ഓണാക്കോ. കാണാം. ഓണാക്കി. എന്താ അറിയാമോ? മൊബൈലിൻ്റെ ഇത് ഫുള്ള് തീർന്നു. ആവശ്യമുള്ളത് മാത്രമേ. നീ ഇങ്ങോട്ട് വന്നേ. ഫോട്ടോസ് അയച്ചു. ईश्वराय वरदाय सुरप्रियाय लंबोदराय सकलाय जगत्पिताय नारायणाय सुराय विभूषाय वरे सुताय गणनाय नमो नमः।
कल्याणहेतवे पार्वतीपुत्राय शिवप्रियपुत्र ഇത് കണ്ട കൈ പകുതി അവരുടെ തല മാത്രമേ കാണുള്ളൂ. അതല്ലെങ്കിൽ അമ്മയുടെ ഇവിടെ വെച്ചിട്ടെടുക്കും, എവിടെ പിടിച്ചിട്ടെടുക്കും. പിടിച്ചോണ്ട് അങ്ങ് എടുക്കാനോ? ആ ഇത് കുഞ്ഞു തോക്ക് പോസ് ചെയ്യും. മോളി വന്നോ അല്ല ഗണിച്ചു അപ്പോൾ ഹൽദി പൂജയൊക്കെ കഴിഞ്ഞു. ഇനി ഗണപതി പൂജയാണ്. അപ്പോൾ ഗണപതിയായിട്ടാണ് എൻ്റെ കസിൻ്റെ മോനെയാണ് ഇരുത്തിയേക്കുന്നത്. അത് ഗണപതിയാണ് സങ്കല്പിച്ചിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ തടസ്സങ്ങളും മാറ്റാൻ വേണ്ടിയുള്ള ഒരു പൂജയാണ്, ഏറ്റവും വിശിഷ്ടമായ പൂജയാണ് ഇവർക്ക് ഇത് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഇവർ കുടുംബത്തിലെ മൂത്തവരാണ് ഈ പൂജ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഗണപതിക്ക് അരി, മഞ്ഞൾ, ദുർവ എന്നിവ സമർപ്പിക്കും. ഗണപതിയുടെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി ഇതൊരു വലിയൊരു ചടങ്ങാണ്. ഇത് ഞാൻ ഇവിടെ ഫുൾ കാണിക്കുന്നില്ല, നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാമേ. ഇപ്പോൾ അതിൻ്റെ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ. ഇവരുടെ ആഘോഷങ്ങൾ അവസാനിക്കുന്നേയില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ എന്താ ഭയങ്കര ആചാരങ്ങളാണ് ഈ രാത്തോഡ് ഫാമിലിക്ക്. അവരുടെ ആഘോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6-7 ദിവസം നിൽക്കുന്നതാണ്. കുറച്ച് നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ചേക്കുന്നത്. എന്നാലും രസമായിരുന്നു കാണാനൊക്കെ. പക്ഷേ കുറേ പുരാതനമായ ചിന്തകളാണ് ഇവർക്കെല്ലാം. അപ്പം എന്തായാലും എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? പുതിയ സംസ്കാരവും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇത് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? കണ്ടല്ലോ, ഇതാണ് അവരുടെ ചെറിയൊരു വേർഷനെ കണ്ടിട്ടുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പിന്നെ ഗണപതി പൂജയും റിസപ്ഷനും ഒക്കെ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. ബൈ, സീ യു.